തിരുവനന്തപുരം സൂ കാണാൻ പോവാണ്. ഇനി എവിടെ പോവാ? എവിടെ പോവാ? എവിടെ പോന്നേ? എവിടെ പോന്നേ? നമ്മൾ എവിടെ പോവാ? പുലിയെ സിംഹത്തെയും കാണാൻ പോവാ ഞങ്ങള് ഇപ്പൊ ഒരു മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോ നല്ല താമസിച്ചു. രാവിലെയാണ് തീരുമാനിച്ചത്. രാവിലെ തീരുമാനിച്ച് പെട്ടെന്നായിരുന്നു പിന്നെ ചടപടയെ തുരുങ്ങി ഇറങ്ങുന്നത്. എപ്പൊക്കെ എത്തും? 5 മണി വരെ അവിടെ ഉള്ളൂ. പോയി നോക്കാം അല്ലേ? കാക്ക് എന്തേലും പറയാനുണ്ട്? എൻ്റെ കെട്ടിയും വീഡിയോ കട്ടാക്കടി എന്നാട്ടോ പറയുന്നത്. വീഡിയോ ഓണാക്കിയപ്പോൾ ഭയങ്കര നാണം. മാറ്റിയെടുക്കാം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കടയിൽ നിർത്തിയിട്ട് ബേക്കറിയിൽ നിർത്തിയിട്ട് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും കുറച്ചുകൊണ്ടൊക്കെ പോവാന്ന്. അങ്ങനെ ഒരു മുട്ടായിയും ചിപ്സും ചക്കവറ്റിലും ഒക്കെ മേടിച്ചു. ഇത് രണ്ടും വാങ്ങിച്ചോണ്ട് വന്ന് ഈ മുട്ടായി വാങ്ങിച്ചോണ്ട് വന്നപ്പോൾ ഇന്നും ഈ മുട്ടായി വേണ്ട, ഇതും വേണ്ട, കുക്കീസ് വേണമെന്ന്. അങ്ങനെ ഇങ്ങനെ വാപ്പി മുഴുവൻ കുക്കീസ് വാങ്ങാൻ പോയി. നമുക്കിത് കഴിച്ചോണ്ടിരിക്കാം. വാങ്ങിച്ചോണ്ട് വന്നേ. അത് മതിയായിരുന്നോ? സമയം ഇപ്പോ 2 മണി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ രാവിലത്തെ കാപ്പി മാത്രമേ കഴിച്ചുള്ളൂ. ഇനി നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് കഴിക്കണം. ഫുഡും കൂടെ കഴിച്ചിട്ട് നമുക്ക് നേരെ സൂയി പോവാം. കഴിച്ചിട്ട് പോകുന്നയാണല്ലോ വൃത്തി. അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാം. എങ്ങോട്ടേക്കാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നേ? എങ്ങോട്ടാ? അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ചട്നി മാമിയിലോട്ടാണ്. അവിടെ നിന്ന് നമ്മൾ എന്ത് കഴിക്കുന്നത്? സദ്യ കഴിക്കാൻ പോവാം. ചട്നി മാമിയിൽ നിന്ന് നമ്മൾ ഇന്ന് സദ്യ കഴിക്കാൻ പോവാം. 365 ദിവസം സദ്യ കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ അത്. അപ്പം ഇപ്പൊ എല്ലാവരും അവിടെ നിന്നാണ് കൂടുതൽ ഫുഡൊക്കെ കഴിക്കുന്നത്. എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്പോട്ടാണ് അത്. അപ്പൊ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ ഇന്ന് ഫസ്റ്റ് ടൈം ചട്നി മാമിയിലോട്ട് പോവാണ്. നമ്മൾ എവിടെ നിന്നാ ഫുഡ് കഴിക്കുന്നത് ഇന്ന്? കടയുടെ പേരെന്തുവാ? ചട്നി മാമിന്ന്. ചട്നി മാമി നമ്മൾ എന്ത് കഴിക്കുന്നത്? സദ്യ. ഓക്കെ. അങ്ങനെ നമ്മള് ചട്നി മാമിയിലോട്ട് എത്തിയപ്പോഴോ ഭയങ്കര തിരക്ക്. റോഡ് മുതൽ പാർക്കിങ് തുടങ്ങിയേക്കുവാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി വാപ്പി മോളും അകത്തോട്ട് നടക്കണം കേട്ടോ. നമ്മൾ റോഡിലെ സൈഡിലെ പാർക്കിങ്ങിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. റോഡിലും അകത്തും അവരുടെ പാർക്കിംഗ് ഏരിയയിലും ഫുള്ള് പാർക്കിങ്. ഇതെല്ലാം അവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. കാരണം നമ്മൾ പേരെഴുതി കൊടുക്കും. അപ്പോൾ ഓരോരുത്തർ വെച്ച് കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരെ വെച്ചിട്ട് വിളിക്കും. അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിലും സാരില്ല. ഇന്ന് എന്തായാലും ഇവിടുന്ന് സദ്യ കഴിക്കണം. പിന്നെ അല്ല, ഭയങ്കര തിരക്ക്. ഒരുപാട് ക്യൂവിലാണ്. ഞങ്ങൾ പേരൊക്കെ എഴുതി കൊടുത്തിട്ട് ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. ഇനി എപ്പോൾ കഴിയുമെന്ന് അറിയത്തില്ല. അങ്ങനെ എൻ്റെ ഇന്നുപൊന്ന് അവളുടേതായ രീതികളിൽ കളികളും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കളിയും കാര്യമൊക്കെ ആയിട്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ പേരും വിളിച്ചു. അകത്ത് കയറിയപ്പോഴോ ഭയങ്കര തിരക്ക്. അവരുടെ ഇൻറ്റീരിയർ കണ്ടോ, പല കളറിലെ മുളകുകളൊക്കെ. അങ്ങനെ ഇൻറ്റീരിയറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഇല വന്നു. അതിനുശേഷം ഗ്ലാസ് വെച്ചു, വെള്ളം വന്നു. അതിനുശേഷം നമ്മുടെ ഉപ്പും പിന്നെ നമ്മുടെ കൊണ്ടാട്ട മുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ തന്നു. അതൊക്കെ ഓരോരുത്തർ വെച്ച് തുടങ്ങിയതിന് ശേഷം നമ്മുടെ കറികൾ, നമുക്ക് ഇഞ്ചി ഉണ്ടായിരുന്നു, പിന്നെ മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, അങ്ങനെ ഒരുപാട് കറികളുണ്ടായിരുന്നു. പിന്നെ ഞാനും മോളും കൂടെ കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 2 പപ്പടവും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഈ സദ്യക്ക് പെർ ഹെഡിന് 260 രൂപയാണേ. അങ്ങനെ പിന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ തരുന്ന ഫുഡ് നമ്മളൊരു അംശം പോലും ബാക്കി വെക്കാതെ നമ്മൾ ഫുള്ള് ഫുഡ് നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവർ ഇളനീർ പുഡിങ് തരും കേട്ടോ. അപ്പോൾ ഇളനീർ പുഡിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ കെട്ടും ഇഞ്ചിയും തോരനും എല്ലാം കഴിച്ചു കേട്ടോ. ശരിക്കും ഇക്ക കഴിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ഇക്കക്ക് ഈ ഇഞ്ചി, തോരൻ, അങ്ങനെ ചില ഐറ്റംസ് ഒന്നും ഇക്ക കഴിക്കത്തില്ല. പക്ഷെ പുഡിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ ഇക്ക എല്ലാം കഴിച്ചു കേട്ടോ. അങ്ങനെ അങ്ങോട്ട് കഴിക്കട്ടെ, ഇത്ര അഹങ്കാരം പാടില്ലല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നമ്മൾ ഇറങ്ങി. അവിടെ സൈഡിൽ ഐസ്ക്രീം കണ്ടു കേട്ടോ. അതിനാണ് ഇവളീ വഴക്കുണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കൂല. കാരണം ഇപ്പം നമ്മളൊരു ആശുപത്രി വാസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി ഇങ്ങോട്ട് ഇറങ്ങിയേ ഉള്ളൂ. അറ്റ് ലാസ്റ്റ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുക്കാനെ കൊണ്ട് ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയി. അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ സൂവിൽ വന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നൂക്ക് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് സിംഹത്തെയും പുലിയും കാണണമെന്ന്. അങ്ങനെ അവളെ സിംഹത്തെയും പുലിയും കാണിക്കാനാണ് നമ്മളിവിടെ വന്നത്.
എന്തോ ഇത്? ദേ ഇവിടെ വെച്ച് എടുക്കാൻ തുടങ്ങിയതാണ് ഇവളെ. അതിനുശേഷം ഇവള് താഴെ ഇറങ്ങിയിട്ടില്ല. ഞാനും ഇക്കായി മാറി മാറി ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഒന്ന് കുറച്ചിറങ്ങി നടക്കുമോളേന്ന്. എവിടുന്ന്? അവൾ നടന്നിട്ടില്ല. ഞങ്ങൾ മാറി മാറി എടുത്ത് ഞങ്ങളുടെ ഊപ്പാട് വന്നു. അങ്ങനെ നമ്മൾ വന്നപ്പോൾ ദാണ്ട് കിടക്കുന്ന നമ്മുടെ സിംഹത്തെ കണ്ടപ്പോൾ എൻ്റെ മോള് ഹാപ്പി. അങ്ങനെ നമ്മൾ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടു, ഓരോന്നിനെയൊക്കെ കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പുലിയും കൂടെയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ വീഡിയോ അങ്ങ് മടക്കി വെച്ചു. അങ്ങനെ സൂവിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ നേരെ വന്നത് നമ്മുടെ ലുലു മോളിലോട്ടാണ്. അങ്ങനെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെയാണ് വന്നത്. അവിടെ വന്നപ്പം വെഡ്ഡിങ് എക്സ്പോയുടെ എന്തോ ഫാഷൻ ഷോയോ അങ്ങനെ എന്തോ നടക്കുന്നു. അങ്ങനെ കുറച്ച് നേരം നിന്നു അതൊക്കെ കണ്ടു. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. അവിടെ വെച്ച് ഞാനൊന്ന് വഴക്ക് പറഞ്ഞതിനാണ് ഇവൾ ഇങ്ങനെ ഈ പിണങ്ങിയിരിക്കുന്നത്. പിന്നെ അങ്ങ് സോൾവായി. അങ്ങനെ അവിടെ കയറിയതിന് ശേഷം ഇതിലിരിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ അതിലായി അവളുടെ ഇരുത്താം. പിന്നീട് താഴത്തെ തട്ടിൽ നിന്ന് മാറിയിട്ട് മേളത്തെ തട്ടിയിലോട്ട് കയറി കേട്ടോ അവളിരിക്കാനെ കൊണ്ട്. കണ്ടോ, അതിൻ്റെ മേളിൽ കയറി ഇരുന്നിട്ട് വണ്ടി ഓടിച്ച് കളിക്കും അവള്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി. ഒരു ചീസ് കാണിച്ചേ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടുന്നുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് മേടിച്ചു. മീറ്റിൻ്റെ സെക്ഷനിൽ വന്നിട്ട് മേടിച്ചു. പിന്നെ നമ്മൾ ആപ്പിള്, പ്ലം, കിവി, കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചു. ട്രോളി തള്ളിക്കൊണ്ട് പോകുന്ന ആളെ കണ്ടോ, അവൾക്ക് തന്നെ നടക്കാൻ വയ്യ. അപ്പോഴാണ് അവൾ ട്രോളി തള്ളുന്നത്. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് അവിടുന്ന് ഞങ്ങളങ്ങ് ഇറങ്ങി. ഇപ്പോൾ സമയം 9 മണി ആവാറായി. 8:49 കഴിഞ്ഞു. 8:50, 9 മണിയാവുന്നു. ഞങ്ങൾ ഇപ്പോഴാണ് ലുലുന്നൊക്കെ സാധനം മേടിച്ച്, കുറേ സാധനം മേടിക്കാനുണ്ട്. സാധനം മേടിച്ച് ഇറങ്ങി. എന്തായിരുന്നു, കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ കുഞ്ഞിന് വേണ്ടിയിട്ട് മേടിക്കാനുണ്ടായിരുന്നു. സ്കൂളിൽ കൂടുതൽ സ്നാക്സ് ആയിട്ട് കൊടുത്തിടാമല്ലോ. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഇപ്പം ഇറങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചായയും കടിയും കഴിക്കാം. അങ്ങനെ നമ്മളിതാ ചായ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ചായയുടെയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. രാത്രി 11 മണി കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ആകെ ഫുള്ള് ക്ഷീണിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ടൂടെ ചെയ്യുക. ഓക്കെ, ബൈ.